വന്നു നമ്മള് പോവാനുള്ള പരിപാടിയിലാണ്. നമുക്ക് ഇറങ്ങിയാലോ? ബീച്ചിലിറങ്ങാനുള്ള സാധനമൊക്കെ എടുത്ത് വെച്ചേക്കാണ് ഐഷ. യെസ്, അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. ഐഷ ബീച്ചിൽ പോകണമെന്നാണ് പറയുന്നത്. ഇനി ഇവിടെ അടുത്തുള്ള ലോക്കൽ ഡെസ്റ്റിനേഷൻസും പോകുന്നില്ല. നമ്മളിനി നേരെ ദ അവന്യൂ ഓഫ് ജയൻസ് കാണാനാണ് പോകുന്നത്. നമ്മൾ റൈറ്റ് പോയി കഴിഞ്ഞാൽ ഒറിഗോൺ പോകും. നമ്മളിപ്പോൾ നോർത്തേൺ കാലിഫോർണിയയിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും സദേൺ കാലിഫോർണിയ ഡയറക്ഷനിലേക്കാണ് നമ്മുടെ ബാക്കിയുള്ള ഡെസ്റ്റിനേഷൻസ് ഒക്കെ വരുന്നത്. ഇനി ഇവിടുന്ന് നമുക്ക് 2.5 മണിക്കൂറുണ്ട് അവന്യൂ ഓഫ് ജയൻസിലേക്ക്. 130 മൈല് പോകാനുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു ബീച്ച് ഉണ്ട് കേട്ടോ. ജസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് സിറ്റി ലൈറ്റ് ഹൗസ്. നമ്മൾ വണ്ടി എടുത്തിട്ടില്ല കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടി ചെറിയൊരു ബ്രേക്ക് എടുക്കുവാണ്. കാരണം ഇവരെല്ലാരും കഴിച്ചായിരുന്നു. കഴിച്ചില്ലേ? ഇവര് ഹോട്ടലിൽ വെച്ച് തന്നെ കഴിച്ചായിരുന്നു കേട്ടോ. 11 മണിയായിരുന്നല്ലോ. അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ക്യാമ്പിങ് ചെയ്തപ്പോൾ ഉണ്ടാക്കിയ ഫുഡ് നമ്മൾ കൂളറിൽ വെച്ച് കൊണ്ടുവന്ന് രാത്രി ഫ്രിഡ്ജിൽ വെച്ച് ഇവിടെ ഹോട്ടലിൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. പിന്നെ രാവിലെ എടുത്ത് ഓവനിൽ വെച്ച് ചൂടാക്കി. നല്ല അടിപൊളി ചൂടുണ്ട് ഇപ്പോഴും. ഫോയിലിൽ പൊതിഞ്ഞ് നമ്മുടെ തൈരും ചോറും കഴിക്കാൻ പോവാണ്. എൻ്റെ ഫേവറേറ്റ് ആണ് തൈര്. ആൽക്കാർട്ടനേക്കാളും ഇത്തിരി കൂടി വലിയ സിറ്റിയാണ് കേട്ടോ യുറേക്ക. ഈ സിറ്റിയുടെയും ഒരു സൈഡ് ബീച്ചാണ്. ആകാശം കാണാൻ നല്ല ഭംഗിയില്ലേ? ഫോർ സെയിൽ. ഇവിടെ മൊത്തത്തിൽ വണ്ടി കച്ചവടമാണെന്ന് പറഞ്ഞിട്ടോ. യുറേക്ക ഓട്ടോ സെയിൽ. ഒരുപാട് കാർ ഷോറൂമുകളുണ്ട് കേട്ടോ. സാൻ ഫ്രാൻസിസ്കോ കഴിഞ്ഞ് നമ്മൾ റെഡ്വുഡ് നാഷണൽ പാർക്കിലേക്ക് പോകുമ്പോൾ വരുന്ന ഏറ്റവും വലിയ സിറ്റിയാണ് യുറേക്ക. സെൻട്രലിലുള്ള ബോഡി ഇല്ല കേട്ടോ. അതും കൂടി ലാഭിച്ചേക്കും ഇവര്. എന്താ എന്നിട്ട് തടി കൊണ്ട് ഇറക്കി കഴിയുമ്പോൾ ഈ സംഭവമാണെന്നാണ് മടക്കി അങ്ങോട്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് കൂടെ നിങ്ങൾ പരിഗണിക്കണം നമ്മളിത് കാണിക്കുമ്പോൾ കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഭൂപ്രകൃതിയും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല തണുപ്പും
വെൽക്കം ടു ഹംബോൾട്ട് റെഡ്വുഡ് സ്റ്റേറ്റ് പാർക്ക്. യെസ്, അപ്പോൾ നമ്മൾ അവന്യൂ ഓഫ് ദ ജൈൻസിലേക്ക് കയറാൻ പോവാണ്. നമ്മൾ നോർത്തിൽ നിന്ന് അവിടെ നിന്നാണ് വന്നത്. അപ്പോൾ നമ്മൾ ഇത്തിരി അങ്ങോട്ട് കടന്നു പോയിട്ട് പോയി യൂട്ടേൺ തിരിച്ചു വന്നിരിക്കുകയാണ്. നോർത്ത് എൻട്രൻസിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇനി കയറുമ്പോൾ തന്നെ ഇരുട്ടാവും കേട്ടോ. ഇവിടുത്തെ ആ വെളിച്ചം ഇങ്ങോട്ട് കയറുമ്പോൾ ഉണ്ടാവില്ല. ഹംബോൾട്ട് റെഡ്വുഡ് സ്റ്റേറ്റ് പാർക്ക് ഓട്ടോ ടൂർ ഇൻഫോർമേഷൻ 500 ഫീറ്റ്. ഇതാണ് അവന്യൂ ഓഫ് ദ ജൈൻസ്. ഇത് നമ്മുടെ ഒരു ഡെസ്റ്റിനേഷനാണ്. ഇനിയിപ്പോൾ നമ്മൾ സ്പീഡിൽ പോവില്ല, പതുക്കെയാണ് പോവുള്ളൂ. കണ്ടത് ഭയങ്കര മരങ്ങൾ നിൽക്കുന്നുണ്ട് കേട്ടോ. ജൈൻ്റന്മാർ നിൽക്കുന്നുണ്ട്, ജൈൻ്റന്മാർ. ഇതിൽ നിന്ന് പോകാൻ തോന്നുന്നില്ല കേട്ടോ. ഭയങ്കരമായിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടു പോയി. ഇത് കാലിഫോർണിയയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് സ്റ്റേറ്റ് പാർക്കാണെന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. നമുക്ക് 31 മൈല് ഇവിടുന്ന് ഈ ഒരു റോഡിലൂടെ ഈ സീനിക് വ്യൂ കണ്ടു പോകാം. വേൾഡിലെ ലാർജസ്റ്റ് ട്രീസാണ് ഇവിടെ ഉള്ളത്. 370 ഫീറ്റ് വരെ ഹൈറ്റ് ഉള്ള ട്രീസ് ഇതിലുണ്ട്. അതുപോലെ തന്നെ 2200 വർഷത്തിന് മേളിൽ പഴക്കമുള്ള മരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് കൂടുതലും. 32 മൈലെന്ന് പറയുമ്പോൾ ഏകദേശം 50 കിലോമീറ്റർ നമുക്കിതിലൂടെ പോകാൻ പറ്റും കേട്ടോ. നമ്മൾ ഇന്നലെ കാട്ടിൽ പോയ അതേ ഫീലാണ് ഇവിടെ. ഒരു റോഡ് ഇവിടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. പിന്നെ നമുക്ക് ഈ വഴിക്ക് പോകുമ്പോൾ ഈ റിവറും കാണാൻ പറ്റും. ഇത് നോർത്ത് സൈഡിൽ നിന്ന് വരുന്നവർക്കുള്ളൊരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. ഇവിടെ ഇതുപോലെ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓട്ടോ ടൂർ പാംഫ്ലെറ്റ് പിക്കപ്പ്. നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ഓട്ടോ ടൂർ ചെയ്യുന്നവർക്കുള്ള ഇത് പിക്കപ്പ് ചെയ്യാം. അത് തന്നെയാതെ കവർ ചെയ്ത് വെച്ചേക്കണം. നമ്മൾ പറഞ്ഞെടുത്തിട്ടുണ്ട്. വലിപ്പമുള്ള മരങ്ങളാണ് നിൽക്കുന്നതെന്ന് അറിയാമോ? ഇത് ശരിക്കും അവന്യൂ ഓഫ് ജൈൻസ് തന്നെയല്ലേ? റൈറ്റ് തിരിഞ്ഞ വീണ്ടും നമ്മൾ ഫ്രീ വേയിൽ കയറും കേട്ടോ. അപ്പൊ ഈ റോഡ് അതെ ആ കാണുന്ന ഫ്രീ വേ ആ. അപ്പൊ നമ്മൾ ഈ റോഡ് എന്ന് പറഞ്ഞാൽ എന്താ അവന്യൂ ഓഫ് ജൈൻസ് നമുക്ക് ഇടയ്ക്ക് എൻ്റർ ചെയ്തതിലേക്ക്. അപ്പോൾ ഇത് ശരിക്കും ഈ ഫോറസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു റോഡാണ് കേട്ടോ. 31 മൈൽ റോഡ്. യെസ്, നമ്മുടെ ഭാരതപ്പുഴ എത്തി ഗൈസ്. ഭാരതപ്പുഴ, റിയൽ ഭാരതപ്പുഴ. നമ്മളെ കുറ്റിപ്പുറം എത്തിയിരിക്കുകയാണ്. വീണ്ടും ഇരുട്ടായി ഗൈസ്. കണ്ടില്ലേ വണ്ടിയിലൊക്കെ ഇരുട്ട്. അങ്ങോട്ട് പോയണോ? റോഷനി ഭയങ്കര തമാശയായിട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ആൾക്ക് ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ. നമുക്ക് ഒരു ദിവസം കൂടെ നീട്ടിയാലോ നമ്മുടെ ട്രിപ്പ്? പോവാൻ തോന്നുന്നില്ല ഗൈസ്. സ്വർഗഭൂമിയിൽ നിന്ന് നമുക്ക് യാത്രയാവാൻ തോന്നുന്നില്ല. ഇങ്ങനെ കുറേ എന്താ പറയുന്നേ, പോകാൻ കുറേ പഴയ വണ്ടികൾ. നമുക്ക് ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അത് നമ്മൾ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഉണ്ടായിരുന്നു. നമ്മളെ ക്രസൻ സിറ്റിയിലും അവിടെയൊക്കെ ഇവിടെയൊക്കെ അതിങ്ങനെ കാണാനായിട്ട് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞോ. രസമാണെന്നൊക്കെ അല്ലേ. മെറി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയേക്കുന്നു. ക്രിസ്മസ് അപ്പൂപ്പൻ വെച്ചേക്കുന്നു. ഇവിടെ ഒരു ട്രെയിൻ വെച്ചേക്കുന്നു. ഇതൊക്കെ വീടാന്നോണ വീട്ടുകാര് ഒരു ഭംഗിക്ക് വെച്ചിട്ടുണ്ടെന്നല്ലേ. അവിടെ നമ്മളും നമ്മുടെ നാട്ടിലും വീട്ടുകാരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ നാടിന്റെ ആ ഒരു ഭംഗിയൊക്കെ പുറമേ നിന്ന് വന്നവർക്ക് മനസ്സിലാവും.
ഭയങ്കര സന്തോഷമായിട്ട് അതൊക്കെ കാണുമ്പോൾ. ഫ്രീ വേ, ഇത് എവിടെയും ഫ്രീ വേ റൈറ്റ്, അവന്യൂ ഓഫ് ദ ജെയിൻസ് സ്ട്രൈറ്റ്, അങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും കൂടെ. നമ്മൾ ട്രെയിൻ റൈറ്റ് ചെയ്യൂല, ഞങ്ങൾക്ക് അവന്യൂ ഓഫ് ദ ജെയിൻസ് മതി. വീണ്ടും നമ്മളൊരു റിവറിന്റെ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നാളെ പോയ പോരാടി. റോഷിക്ക് ജോലിയുടെ പ്രശ്നമുണ്ട്. ഐഷയുടെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ബുധനാഴ്ച വരുമെന്ന് പറയുകയും ചെയ്തു. ഓടി വരൂ, ഓടി വരൂ, ചാടി വരൂ. എല്ലാം അങ്ങോട്ട് ഓടിക്കോ, അങ്ങോട്ട് ഓ, അവിടെ ആൾക്കാര് വണ്ടിയും കൊണ്ട് പോയി നിക്കുന്നുണ്ട് കേട്ടോ. മോനെ ആൾക്കാര് വണ്ടി കൊണ്ട് അവിടെ നിക്കുന്നോക്കി. അവര് ക്യാമ്പിങ് അവിടെ പോയിട്ട് രാത്രി അവിടെ നിന്ന് കയറി പോരും. ഉണ്ടായിരുന്ന മീനുകളൊക്കെ ഉണ്ട്. ഇത് കോഹോ സാൽമൺ, ചിനോക് സാൽമൺ, പസഫിക് ലാംബ്രെ, കാലിഫോർണിയ റോച്ച്, അങ്ങനെ കുറേ ഫിഷുകൾ ഇവിടെ ഉണ്ടായിരുന്നു. 100 വർഷത്തിന് മുമ്പേ ഇവിടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 100-150 വർഷം മുമ്പേ ഇവിടെ ഒരുപാട് ആളുകൾ ജീവിച്ചിരുന്ന, ഇവിടെ നിന്നൊക്കെ ഫിഷൊക്കെ പിടിച്ച് ജീവിച്ച് ഇരുന്ന ആളുകളുണ്ട്. കുട്ടികളൊക്കെ ഇവിടെ നിന്നപ്പോൾ കളിക്കട്ടെ. എന്താ